ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പല സ്ത്രീകൾക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാ കാര്യങ്ങളും ലോജിക്കലി മാത്രമാണ് തിങ്ക് ചെയ്യുന്നത്, അവർക്ക് അങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല എന്നൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളുടെ അത്രയും ഇല്ലെങ്കിൽ പോലും ഈ മൂഡ് സ്വിങ്സും അതേപോലെ തന്നെ ഇമോഷണലി വരുന്ന വേരിയേഷൻസ് ഒക്കെ പുരുഷന്മാർക്കും ഉണ്ട്. അപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് പുരുഷന്മാര് നമ്മളോട് കാണിക്കുന്ന ചില സ്വഭാവ രീതികൾ, അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരെന്താ നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെന്തിനാ നമ്മളിങ്ങനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ഇവർക്കൊരു ഇമോഷണലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ആലോചിക്കാറില്ല. അപ്പൊ ശരിക്കും ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് നമ്മുടെ പാർട്ട്ണറിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷന്മാരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്ന ഈ രീതിയിലുള്ള സ്വഭാവ മാറ്റങ്ങളെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ഇതിന്റെ പിന്നില് ഒരുപാട് സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യം പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോർമലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഫൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പെട്ടെന്ന് അവര് ഇമോഷണലി നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ പല സ്ത്രീകളും ആദ്യം ചിന്തിക്കുന്നത് ഇവർക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു, അല്ലെങ്കിൽ ഇവർക്ക് എന്നോട് എന്തോ പ്രശ്നമുണ്ട്, ഇവർക്ക് എന്നോട് ഇപ്പം എന്തോ ദേഷ്യമാണ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ പല സ്ത്രീകളും ഇതിനെ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷെ ശരിക്കും ഈ രീതിയിൽ പുരുഷന്മാരെ ഇമോഷണലി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഒരു പരിധിവരെ അവർക്ക് മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി ഒരു പ്രഷർ അനുഭവപ്പെടുന്ന സമയത്താണ്. അതിന് കാരണം പലതും ആവാം. മേ ബി നമുക്ക് ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ ആവാം, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് പ്രഷർ ആവാം, അല്ലെങ്കിൽ അവർ പുറത്ത് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആവാം. അപ്പോൾ ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവർ നമ്മളടുത്ത് ഇമോഷണലി ഡിസ്റ്റൻസ് ഇടുമ്പോൾ അവർക്ക് എന്നെ വെറുപ്പാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ അത് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കാതെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരെ കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് ദേഷ്യപ്പെടുക. നോർമലി അങ്ങനെ ടെമ്പർ ഇഷ്യൂസ് ഇല്ലാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരാത്ത ഒരാളാണ് നിങ്ങളുടെ ഹസ്ബൻഡെങ്കിൽ ഈയിടെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാണ്ട് ട്രിഗർ ആവുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതിന്റെ പിന്നിലും ഒരുപാട് ഡീപ്പായിട്ടുള്ള റീസൺസ് ഉണ്ടായേക്കാം. ശരിക്കും ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യത്തിലുള്ള നിരാശയാണ്. അതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും പ്രൊമോഷൻ അങ്ങനെയുള്ള രീതിയിലുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് അവർ ആഗ്രഹിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ അവർ അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു, അവർക്കത് കിട്ടിയില്ല. പക്ഷെ അവർക്കത് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു മടി ഉണ്ടാവും. ഞാൻ ആഗ്രഹിച്ച ഒരു പോസ്റ്റ് ആയിരുന്നു, എനിക്കത് കിട്ടിയില്ല എന്ന് പറയാൻ അവർക്ക് മടി ഉണ്ടാവും. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർ ദേഷ്യമായിട്ട് അല്ലെങ്കിൽ അവരൊരു എന്താ പറയുക നിങ്ങളോട് ഒരുപാട് ഓവർ റിയാക്ട് ചെയ്തിട്ടായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ശരിക്കും അവരെ എക്സ്പ്രസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന് പിന്നിലുള്ള റീസൺ ഇതായിരിക്കും. അപ്പൊ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഒറ്റപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളത്. അതായത് അവരവരുടെ കൂട്ടുകാരുടെ കൂടെ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ രീതിയിലേക്ക് അവരുടെ സ്വഭാവം മാറുന്നുണ്ടെങ്കിൽ എന്തോ കുറച്ചുകൂടി വലിയ പ്രശ്നമാണ് അവർക്കുള്ളത് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. കാരണം ഈ ഒറ്റപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ഇമോഷണലി അത്രയും ടയേർഡ് ആയിരിക്കും. അതുപോലെ ചില ആളുകളിലൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരുടെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ പോകുമ്പോഴാണ് ഇവർ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ അല്ലെങ്കിൽ ഒറ്റപ്പെടാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത്.
ഇനി നാലാമത്തെ ഒരു കാര്യം കോൺഫിഡൻസ് കുറയാന്നുള്ളതാണ്. ഇപ്പൊ നോർമലി നന്നായിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് പുറത്തു പോകുന്ന ഒരാളായിരിക്കാം, ഈയിടെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾക്ക് അങ്ങനെ ഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തു പോകാനോ അല്ലെങ്കിൽ കുറച്ച് ആൾ കൂടുന്ന സ്ഥലത്തേക്ക് പോകാനൊന്നും വലിയ താല്പര്യമില്ല. കാരണം അയാൾക്ക് എന്തോ കോൺഫിഡൻസ് ലോ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇനിയിപ്പോൾ വർക്കിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആൾക്കൊന്നും ചെയ്യാൻ ഒരു താല്പര്യം ആൾ കാണിക്കുന്നില്ല. ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇതും കുറച്ച് കൂടിയ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആണ്. അതായത് കുറച്ചുകൂടി വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെ ഇൻസെക്യൂർ ആക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തി നിങ്ങളുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആളുകളുടെ സൈഡിൽ നിന്നോ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന ഡെയിലി റൂട്ടീൻസ് ഉണ്ടാവുമല്ലോ, അതുപോലും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുക. അതായത് അവർക്ക് ഹോബീസ് ഉണ്ടാവും, അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ചില ആളുകളൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പം അവർക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ഫുഡിനോട് വല്ലാണ്ട് താല്പര്യം കാണിക്കുന്നില്ല. അവർ എല്ലാ കാര്യങ്ങളും അവരെ തന്നെ നല്ല ഫോഴ്സ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഡെയിലി റുട്ടീൻസ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ കുളി, അതുപോലെ ബ്രഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ പോലും അവരെ തന്നെ ഫോഴ്സ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അതുപോലും ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതുപോലെ അവർ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകാനും അതുപോലെ ക്രിക്കറ്റ് കളിക്കാൻ പോകാനും ആ രീതിയിലൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവാം. അപ്പം അതൊന്നും അവർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് ഇമോഷണലി എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മേ ബി അതൊരു ഡിപ്രഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ആവാം, എന്തും ആവാം. നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓപ്പണായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അവർ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാൻ റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാരിൽ കാണുന്ന ഇത്തരം ചില മാറ്റങ്ങൾ ജസ്റ്റ് അവരുടെ ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവ മാറ്റങ്ങളാണ് എന്നൊരിക്കലും നിങ്ങൾ അസ്യൂം ചെയ്യരുത്. അത് മേ ബി അവരുടെ ഉള്ളിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇമോഷണലി വീക്കാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില സൂചനകളാവാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന, സൈനിങ് ഓഫ്.